ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സിജു സജികുമാർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെന്മല പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബാക്കി അവിടെ പോയിട്ടൊക്കെ പ്ലാൻ ചെയ്യാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. തെന്മല ഡാമിൽ നിന്നും ഏകദേശം ഒരു 10-15 കിലോമീറ്റർ നമ്മൾ മുമ്പിലോട്ട് വരുമ്പോഴത്തേനും അമ്പനാട്ടേക്ക് പോകുന്ന ഈ മനോഹരമായിട്ടുള്ള വഴി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കണ്ടില്ലെങ്കിൽ ആർക്കെങ്കിലും ചോദിച്ചാൽ മതി, പറഞ്ഞുതരും. പോകുന്ന വഴിയിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മളെ കാണുവാനായിട്ട് സാധിക്കും. അത്രയും അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ നിന്നാണ് അമ്പനാട്ട് എസ്റ്റേറ്റിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ തെന്മല പോകാനായിട്ട് വന്നിട്ട് അതിനടുത്ത് തന്നെയുള്ള അമ്പനാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമ്മൾ വന്ന് നിൽക്കുകയാണ്. അപ്പം പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അതിമനോഹരമായിട്ടുള്ള ഒരു നമ്മൾ എന്താ പറയുക, ഒരു വയനാട് ഊട്ടിയൊക്കെ കാണുന്ന ഒരു ലൊക്കേഷൻ പോലത്തെ ഒരു സ്ഥലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ മറ്റേ കൈതച്ചക്കയുടെ കൃഷിയാണ് കൂടുതലുള്ളത്. കൈതച്ചക്കയുണ്ട്, പിന്നെ തേയിലത്തോട്ടമുണ്ട്. തേയിലത്തോട്ടം അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ നിന്നും കുറച്ചുകൂടി മുമ്പിലോട്ട് പോകുമ്പോൾ ഒരു മല നിറയെ കൈതച്ചക്ക കൃഷി ചെയ്തേക്കും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മനോഹരമായ കാഴ്ച. നമ്മൾ പോണ വഴിയിലൊരു എന്താ പറയുക, മനോഹരമായിട്ടുള്ളൊരു കൈതച്ചക്കയുടെ കൃഷി നടക്കുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ഇനി കുറച്ചുകൂടെ മുമ്പിലോട്ട് പോകുമ്പോൾ ഇനിയും കുറച്ച് കാഴ്ചകൾ കാണാം. അമ്പനാട് എസ്റ്റേറ്റിനെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യാത്ര മുമ്പോട്ട് പോവുകയാണ്. ഒരുപാട് കട്ടറും ഒരുപാട് ഹെയർ പിന്നുകളും നിറഞ്ഞ റോഡുകളെല്ലാം താണ്ടി നമ്മുടെ യാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്, കാരണം അമ്മാതിരി വഴിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ കാണുന്ന ഗേറ്റ് വഴി അകത്ത് കയറിയിട്ടുണ്ട്. 100 രൂപ പാസ് എടുക്കണം നമുക്ക് ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. നമ്മൾ പിന്നെ ഇവിടെ നിന്ന് ഈ കാണുന്ന വഴി കൂടെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ അത് കയറി വരുമ്പോഴത്തേനും കാണുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. അത് കണ്ടില്ലേ, ഇതോ അങ്ങനെ കണ്ടിട്ട് നമ്മൾ കയറി വരുമ്പോഴത്തേനും കണ്ട കാഴ്ചയാണ്. നമ്മുടെ യാത്ര അവിടെ നിന്ന് മുമ്പോട്ട് വന്നു. അരണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ തേയില ഫാക്ടറി നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മളങ്ങനെ ഈ പോയിന്റ് അടുത്ത് എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമ്മുടെ ബേക്കിൽ കാണുന്നതാണ് തേയില എസ്റ്റേറ്റ്, സോറി തേയില ഫാക്ടറി അല്ലേ? ഫാക്ടറി അല്ലേ? അതെ. ഹായ് പറഞ്ഞോ. അമ്പനാട് എസ്റ്റേറ്റിൽ നിന്ന് നമ്മൾ അരണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ഏകദേശം നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് ഏകദേശം എന്തായാലും തെന്മലയിൽ നിന്ന് ഇവിടെ എത്തിയിട്ട് ഏകദേശം ഒരു 60 കിലോമീറ്റർ എങ്കിലും ആയി കാണും. ചുറ്റും നോക്കുമ്പോൾ എന്താ പറയുക, ഫുൾ നല്ലൊരു വലിയൊരു വ്യൂ നമുക്ക് കാണാനായിട്ട് പറ്റുമെങ്കിലും കൊള്ളാം. ഇനിയും മുമ്പോട്ട് പോകുമ്പോൾ എന്തൊക്കെ കാണാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. നമുക്ക് പോയി നോക്കാം. ഈ സ്ഥലം അങ്ങനെ ഉണ്ട്, നല്ല ഭംഗിയില്ലേ അല്ലേ? അപ്പോൾ നമ്മൾ ഈ കാണുന്ന വഴി നമുക്ക് കുറച്ചുകൂടെ പോകാനായിട്ട് പറ്റും, പക്ഷേ ഓഫ് റോഡാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോവാം. അപ്പോൾ ഞാൻ എൻ്റെ ഫെസിനോയിലാണ് വന്നത്. അപ്പം പോകാനായിട്ട് കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആ വ്യൂ പോയിന്റിൽ വെച്ച് നിർത്തുകയാണ് യാത്ര. ഇനി തിരിച്ചിറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുവഴി പോകുമ്പോഴത്തേനും നമ്മൾ പോയിട്ട് വന്നവരോട് ചോദിച്ചപ്പം കുറച്ചുകൂടെ പോകുമ്പോഴത്തേനും വേറൊരു പാറ കൂടെ വരും, ഒരു വ്യൂ പോയിന്റ്. നമ്മൾ ഈ കണ്ട ഒരു അത്രയൊക്കെ തന്നെ കാണത്തുള്ളൂ, വേറെ പരിപാടിയൊന്നും കാണൂല. അപ്പോൾ നിങ്ങൾ വേറെ എങ്കിലും വണ്ടിയിൽ കാറിലോ ബുള്ളറ്റിലൊക്കെ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. പോയി കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാനായിട്ട് പറ്റും. നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇനി തിരിച്ചിറങ്ങി പോകാനായിട്ട് പോവാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴത്തേനും ഇതാ കണ്ടില്ലേ, നമുക്ക് ഈ റോഡ് വഴിയായിരിക്കും നമുക്ക് പോകേണ്ടത്. അപ്പം റോഡ് മൊത്തം അലമ്പായിട്ട് കിടക്കുകയാണ്, കണ്ടില്ലേ, ഒരു അലമ്പായിട്ട് കിടക്കുകയാണ്. അതാണ് എൻ്റെ വണ്ടി. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി തിരിച്ച് പോവാം, അതാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പം പോയിട്ട് വേറെ എന്തെങ്കിലും കാഴ്ച ഉണ്ടെങ്കിൽ നമുക്ക് അതും കണ്ടിട്ട് പോവാം. നമ്മൾ ആ മലയിറങ്ങി അരണ്ടൂർ ജംഗ്ഷനിലെത്തി. അവിടെ വന്നപ്പോഴത്തേനും നമ്മൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു പഴയൊരു കെട്ടിടമാണ്. അവിടെ ഒരു മനോഹര കാഴ്ച കണ്ട് പണ്ട് ഉപയോഗിച്ചിരുന്ന 1 രൂപ കോയിൻ ബോക്സ്. ഹലോ രാമയ്യ, ഹലോ അങ്ങ് എങ്കിറക്ക് പഴയൊരു ഫോണാണ്. നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പൊക്കെ നമുക്ക് മറ്റേ കോയിൻ ഇട്ട് വിളിക്കാൻ പറ്റുന്ന ഒരു കോയിൻ ബൂത്താണിത്. ഇപ്പം അങ്ങനെ കാണാനൊന്നും പറ്റത്തില്ല. ഇവിടെ വന്നപ്പോൾ കണ്ട്, അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അത് കണ്ടില്ലേ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇതായിരുന്നു നമുക്കുള്ളൂ, ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലായിരുന്നു. നമ്മളിപ്പോൾ അരണ്ടലിനടുത്തുള്ള ഒരു പൊളിഞ്ഞ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതൊരു പൊളിഞ്ഞ വീടാണോ കടയാണോ ആയിരുന്നോ എന്നൊന്നും അറിയത്തില്ല. ഇപ്പം മൊത്തം പൊളിഞ്ഞു കിടക്കുകയാണ്. ഈ പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടത്തിൻ്റെ ബാക്കിൽ ഒരു ചായക്കടയാണ്. നമ്മൾ വിചാരിച്ച് ഇനി എന്തായാലും ഒരു കോഫി അടിച്ചിട്ട് യാത്ര തുടരാമെന്ന്. അവിടെ 3 ദിവസം കൊണ്ട് ആനയൊക്കെ ഇറങ്ങി നടക്കുന്നെന്ന് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അരണ്ടൽ ഒരു ചായക്കടയിൽ വന്നിട്ട് ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത് തേയില ഫാക്ടറിയിലേക്ക് ഒന്ന് പോകണം. ഒന്ന് ചായ കുടിച്ചൊന്ന് ഫ്രഷായിട്ട് ഇവിടെ തേയില ഫാക്ടറിയിലും പോയിട്ട് കാശിളം കണ്ട് നമുക്ക് തിരിച്ചു വരാം. അരണ്ടൽ വെയിറ്റിംഗ് ഷെഡിനടുത്തുള്ള ഈ കാണുന്ന ചായക്കടയിൽ നിന്നാണ് നമ്മൾ ചായ കുടിച്ചത്. ചായ കുടിച്ച ഉടനെ ഫ്രഷായിട്ട് നേരെ വിട്ടു നമ്മുടെ അമ്പനാട് എസ്റ്റേറ്റിലോട്ട്. ഈ കാണുന്നതാണ് അമ്പനാട് എസ്റ്റേറ്റ്. ചുറ്റും നമുക്ക്
കണ്ട കുറേ കൊടികളാൽ നിറഞ്ഞു നിൽക്കുന്ന അമ്പനാട് എസ്റ്റേറ്റ്. നമ്മളങ്ങനെ അമ്പനാട് എസ്റ്റേറ്റിലാണ് വന്ന് നിൽക്കുന്നത്. ഈ കാണുന്നതൊക്കെ തേയില ഫാക്ടറിയും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് അമ്പനാട് എസ്റ്റേറ്റും അമ്പനാട് തേയില ഫാക്ടറി എന്നൊക്കെ പറയുന്ന ഈ കാണുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഏകദേശം നമ്മൾ തെമ്മലയിൽ നിന്ന് ഏകദേശം എങ്ങനെയായാലും ഒരു 40 കിലോമീറ്ററിൽ കൂടുതൽ നമ്മൾ ട്രാവൽ ചെയ്ത് വരേണ്ടി വരും. 40 പുറത്ത് വരുന്നെങ്കിലേ ഉള്ളൂ. എങ്ങനെയായാലും നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 2:15 ഒരു 3 മണി അടുപ്പിച്ചിങ്ങണ്ടായി. അപ്പം അത്രയും ട്രാവൽ ചെയ്യാനുണ്ട്. ഇനി തിരിച്ച് അതേപോലെ അങ്ങോട്ട് പോകാനുണ്ട്. റോഡൊക്കെ മോശമാണ്. നിങ്ങൾ ഫാമിലിയായിട്ടും അല്ലാണ്ടൊക്കെ വരാനായിട്ട് കുറച്ച് പാടായിരിക്കും. അല്ലാതുള്ള നോർമൽ വണ്ടിയിലൊക്കെ വരുന്നത് കുറച്ച് പാടാണ്. റോഡ് കുറച്ച് മോശമാണ്. എന്നാലും നിങ്ങൾക്ക് വരാം. അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അമ്പനാട് എസ്റ്റേറ്റിൽ നിന്ന് നമ്മളിനി നേരെ തെമ്മല ഡാമിലോട്ട് പോകാനായിട്ട് പോവുകയാണ്. നമ്മളങ്ങനെ തെമ്മലയ്ക്ക് അടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷന് അടുത്താണ് വന്ന് നിൽക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതുവഴി നമുക്ക് മേലെ കയറി പോയി കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്ക് കാണാനായിട്ട് പറ്റും. അവിടെ ഒരു തുരങ്കമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. തെമ്മല ഡാമിൽ നിന്നും ഏകദേശം ഒരു 10-12 കിലോമീറ്റർ മുമ്പിലോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഈ റെയിൽവേ ട്രാക്കിലോട്ട് പോകാനുള്ള ഈ സ്ഥലം കാണാനായിട്ട് സാധിക്കും. നമ്മളങ്ങനെ ആ റെയിൽവേ ട്രാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടില്ലേ, അവിടെ നിന്ന് ആ സ്റ്റെപ്പ് വഴിയാണ് കയറി ഇങ്ങോട്ട് വന്നത്. മേളിൽ നമുക്ക് റെയിൽവേ ട്രാക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു 360 ഡിഗ്രിയിൽ തെമ്മലയുടെ ഈ ഭാഗം മുഴുവൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളങ്ങനെ തെമ്മല അഡൽട്ട് ടണലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ ട്രാക്കിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു ട്രെയിൻ പോയതാണ്. നമ്മൾ അതുവഴി അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് തെമ്മല അഡൽട്ട് ടണൽ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ടണലിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ഒരു റെയിൽവേ ട്രാക്കാണിത്. ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ഉള്ള ഒരു ട്രാക്കും ഈ തുരങ്കമൊക്കെയാണ്. അത്രയും പ്രത്യേകത ഉള്ളൊരു സ്ഥലമാണ്. നമ്മളങ്ങനെ ആ ടണലിൻ്റെ അകത്താണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ഇതുവഴി നടന്ന് അങ്ങ് അപ്പുറത്ത് പോകാനായിട്ട് പറ്റും. അപ്പം കുറേ വർഷങ്ങൾ മുമ്പ് വന്നപ്പോഴത്തേനും നമുക്ക് അങ്ങൊക്കെ പോകാനായിട്ട് പറ്റുമായിരുന്നു. അവിടെ കിടിൽ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട്. ബാക്കിൽ കുറേ അലവരാതികൾ കിടന്ന് കൂവുന്നുണ്ട്. നമ്മൾ ട്രാക്കിൽ കൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവിടെ ഒരു ടണലുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ടിലൊരു ടണലുണ്ട്. ടണൽ നമ്പർ 3 ആണ്. അപ്പോൾ നമ്മൾ കണ്ടത് ടണൽ നമ്പർ 2. ഒന്നുമില്ല. ഇനിയിപ്പം തെമ്മല ഡാമിൽ പോകണത് നടക്കൂല ഗൈസ്. ഭയങ്കരമായിട്ട് ലേറ്റായിപ്പോയി. ഞാൻ മുമ്പ് പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ ചാനൽ കിടപ്പുണ്ട്. അത് വേണമെങ്കിൽ കയറി കാണാം. അപ്പോൾ നമ്മളിതാ ആ ടണലിൻ്റെ അടിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ തെമ്മല അഡൽട്ട് ടണലാണ് വന്ന് നിൽക്കുന്നത്. നമ്മൾ തെമ്മല ഡാമിലോട്ട് പോകാനായിട്ടുള്ള പ്ലാൻ ആയിരുന്നു. ഇപ്പോൾ തന്നെ ഏകദേശം നല്ല വൈകിട്ടുണ്ട് സമയം. അപ്പോൾ നമ്മൾ രാവിലെ നമ്മൾ പോയ വീഡിയോ കണ്ടില്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതും കൂടെ കണ്ടിട്ട് നമുക്ക് യാത്ര അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നിങ്ങൾക്ക് തെമ്മല ഡാം കണ്ടിട്ടില്ലാത്തവർക്ക് എൻ്റെ പഴയ വീഡിയോ എടുത്ത് കാണാം. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ദിവസം വന്നിട്ട് പുതിയൊരു വീഡിയോ ഇടാം നമുക്ക്. പക്ഷേ ഇനി പോയി കഴിഞ്ഞാൽ നല്ല താമസിക്കും. വിശദമായിട്ട് കാണാനും എന്താ പറയുക സംസാരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റൊരു ദിവസം വന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് ഇറ്റ്സ് മീ സിജു സജിമാർ സൈനിങ് ഓഫ്.